ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് നല്ല ചെറിയ ക്യൂബ്സ് ആയിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലോട്ട് വേവിക്കുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാനൊരു ചെറിയ 4 എണ്ണം, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ 2 എണ്ണം ഉണ്ടെങ്കിൽ ആ മത്തങ്ങയ്ക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മത്തങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്കിനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതിവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് വേവട്ടെ. അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഓഫ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ മത്തങ്ങ എടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് ഓഫ് ഒരു 1.5 കപ്പ് മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതനുസരിച്ചിട്ടുള്ള തേങ്ങയാണ് എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ജീരകം ഇടണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതിൽ കടുക് ഇടും കേട്ടോ. എനിക്കത് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതിന് ഞാൻ കടുക് ഇടുന്നില്ല. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇടണം കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെക്കാം. മത്തങ്ങ വേകുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 4 ചെറിയ ഉള്ളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പല ടൈപ്പും ഉണ്ട്. ഈ ചെറിയുള്ളി ചിലർ ചേർക്കാറില്ല, ഞാൻ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതെല്ലാം വേണ്ട ഒരു ശകലം വെള്ളം. അപ്പോൾ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള കോക്കനട്ടിൻ്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കുറച്ച് നേരം മത്തങ്ങ വെന്തതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ വെന്തോന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. കുറച്ച് നേരം കൂടി ഇത് വേവട്ടെ. ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഈ തേങ്ങയൊന്ന് വെന്ത് ചേർന്ന് ആവണം. ഇപ്പോൾ കുറച്ച് നേരം നമുക്ക് ഓപ്പണായിട്ട് വെച്ച് വേവിക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് തൈരാണ്. അപ്പോൾ മത്തങ്ങയും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. സോ ജസ്റ്റ് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചട്ടിയുടെ ചൂട് മാറിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മത്തങ്ങ പച്ചടിയുടെ പരിപാടിയെല്ലാം തീരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് എന്ന് വെച്ചാൽ ടോട്ടലി റൂം ടെമ്പറേച്ചർ ആവണമെന്നല്ല കേട്ടോ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് ചട്ടിയുടെ കുറയുമ്പോഴത്തേക്ക് നമുക്ക് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതായത് വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലരും പല ടൈപ്പ് മുളക് പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട്. സോ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ. സോ നമുക്കിനി തൈര് കുറച്ച് നേരം കഴിയുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടായിട്ടിരിക്കുമ്പോൾ തൈര് ഒഴിക്കുകയാണെങ്കിൽ തൈര് പിരിയാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ്സ് വൈ നമ്മുടെ ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ കടുവൊക്കെ ഒന്ന് വറുത്തിട്ടാൽ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. വളരെ സിമ്പിളല്ലേ സദ്യക്കൊക്കെ പറ്റിയിട്ടുള്ള മത്തങ്ങ പച്ചടി. നമുക്ക് വറവ് കടുകൊക്കെ വറുത്തിടാം. അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞു. വറുക്കാൻ വേണ്ടി നമ്മളൊരു 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. കറിവേപ്പില ഇട്ടു. ഇനി വറ്റൽമുളക്. അമ്മിയായിട്ടുള്ള മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സോ ഇതേപോലുള്ള ഡിഷായിട്ട് ഞാൻ ഇനി വരാം. അതുവരെ ബൈ.